സാറേ സോറി സാറേ ഞാൻ വിചാരിച്ച ആരില്ല സാറേ അങ്ങനെ വണ്ടി കൊണ്ട് കയറ്റിയാണ് സാർ ചന്ദ്ര ചന്ദ്രൻ ഉണ്ടായിരുന്നു ഇവിടെ. ഹലോ എടാ ഇത് വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തെളിവല്ല അവന്റെ ഭാഗത്ത് നിന്നാണ് പറയാൻ കേട്ടോ. കേസ് എന്തൊരു പെണ്ണുടിയാണോ പെണ്ണോട് മീൻപിടി ഇത് മീൻപിടി കേസ്. ഈ വേക്സിന്റെ ഗ്യാങ് ഹൗസിലെ ഒരു ദജ്ജാല് മീനിനെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന എന്തിനാ? ഞാനൊരു മൃഗസ്നേഹി ഹ്യൂമൻ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കത് കണ്ടിട്ട് ഒറ്റ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സക്കർ മന്ദാരത്തിന്റെ സക്കർ ഫിഷിനെ കൊണ്ടുപോയി അവര് സക്കറിനെ തോൽ ചെയ്യിപ്പിക്കുന്നു. നിന്റെ വീട്ടിൽ ഒരു ക്രാവിനെ കിട്ടി രാത്രി. 3 years ആയിട്ട് ഇതിന് വേണ്ടി ക്രാവിനെ കിട്ടിയത് രാത്രി. രാത്രി 3:30 വീടിന്റെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ആശുപത്രി കൊണ്ട് നിന്റെ അല്ലേ നമ്മള് എനിക്ക് ഈ ക്രായില് കണ്ണുകുട്ടിയുടെ കേസ് പറയാനാണ് നമ്മളിപ്പോ ഇവിടെ വന്ന ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ്, ഒരു അനിമൽ ഇതെന്ന രീതിയിൽ ആനിമൽ മൊണസ്റ്റർ ആണ് നീ എന്ന രീതിയിൽ 3:30 ക്രാവിന്റെ അടുത്ത് പോയത് കറക്കാൻ. പിന്നെ പാല് പിടിക്കണ്ടേ? ചോര പിടിക്കാൻ പറ്റുമോ പശുവിന്റെ? എടാ ക്രാവിന്റെ 3:30 ഇങ്ങനെടാ കറക്കണത്. ആ ക്രാവിന് സാധനം ഉണ്ടാവും തൂങ്ങണ നാളെ. അത് പശുവിന്റെ കേസ് വേണ്ടി ഇതൊരു മീനിന്റെ കേസ്. നമ്മള് ഞാൻ എനിക്ക് കുറച്ച് മനുഷ്യന്റെ കേസ് കൊണ്ട് വന്നാ ഇവിടെ നല്ല വർത്താനൊന്നും കിട്ടില്ല. പിന്നെയല്ലേ അതൊക്കെ ഞാൻ പൊളിയായിട്ട് എല്ലാം ഇതുവരെ ഞാനൊരു അരമണിക്കൂർ ചത്ത് കിടന്നിട്ട് വരികയാണ് ഇവിടെ ആശുപത്രിയുടെ ഫ്രണ്ടില്. മനസ്സിലായില്ലേ? ഞാൻ കണ്ട് എന്നെ ഒന്ന് വിളിച്ചൂടെ? എനിക്ക് ബോഡി ഉൾപ്പെടെ എവിടെ എത്തിച്ചാണ് ഞാൻ ബോഡി ഉൾപ്പെടെ. മനസ്സിലായ ചന്ദ്ര? എനിക്ക് ഒരു മീഡിയക്ക് ഒരു ബൈറ്റ് കൊടുക്കണ്ട. എന്റെ ഒന്ന് വരൂ സൈഡിൽ നിന്നാ മതി നിങ്ങൾ. ഹലോ മണിയാ കത്തിയോ? ചന്ദ്ര കേക്കാവോ? ഹലോ മണിയാ? ഹലോ ബ്രോ ക്യാമറ സ്റ്റാൻഡ് ഒക്കെ റെഡിയാക്കി വെച്ചോ. പീഡിയുടെ ഫ്രണ്ടിൽ നിന്ന് എക്സ്ക്ലൂസീവ് ഒരു ബൈറ്റ് ആണ്. സൗണ്ട് പോയി വെയിറ്റ്. ഉങ്ക വിജയ് ഉയരെന്ന തരവാ. ഹലോ ബ്രോ ഈ എക്സ്ലാൻഡിന്റെ ചരിത്രത്തിൽ ഇന്നവരാരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് സംസാരിക്കാനുണ്ട്. പീഡിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ബൈറ്റ് എടുക്കുകയാണ്. ബൈക്ക് എടുക്കാന്നല്ല, ബൈറ്റ്, ഐ മീൻ ബൈറ്റ്. ഓക്കെ അപ്പൊ ക്യാമറ സ്റ്റാൻഡ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടു. ഞാനിപ്പോ വന്ന് ഒരു കാച്ചി ഇവരെ പറഞ്ഞാ മതി, ഇവര് എഴുതി വിടുവാന്ന്. ബോബോയ് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ആളുണ്ട് ഇവരെ കൂട്ടത്തിൽ തന്നെ. നമ്മള് കാലഘട്ടം മാറിയടാ. ഇനി കേൾക്കുന്നുണ്ടല്ലോ. ഈശയും കൂടെ വിളിക്കും. കാരണം ഒരു പെൺകൊച്ചൂടെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയത്. ചന്ദ്രൻ അത് നമുക്കേ ഇത് ഒന്നല്ലെങ്കിൽ ഇത് പിടിച്ച് ആമസോൺ കാർഡുകളിലെല്ലാം കൊണ്ട് വിടാം. വെട്ടി കറിയിച്ച് ഉഴുത്ത മീനെന്നത്. ഞാൻ മീനിനെ കുറിച്ചല്ല, അവര് മീനിനെ മനുഷ്യന് തീറ്റി കൊടുക്കുന്ന ഞാൻ അറിഞ്ഞ. മനസ്സിലായല്ലേ? ആ മനുഷ്യർക്ക് വേണ്ടി. പിന്നെ ചന്ദ്ര അലിഗേറ്ററും ഡോൾഫിനോടെ ക്രോസ് ആക്കി. അതായത് ക്രോസ് ബ്രീഡിംഗ് ഇവിടെ നിരോധിച്ച കാര്യമാണ്. അതുവരെ അവർ ചെയ്തു. അലിഗേറ്റർ ഗ്ലാഡിയേറ്റർ സിനിമ. ചന്ദ്ര ഗ്ലാഡിയേറ്റർ സിനിമ അല്ല അളിയ. അത് ഡോൾഫിനും അലിഗേറ്ററും ക്രോസ് അടിച്ചത്. ബ്രോ എനിക്കൊരു 10 റിപ്പോർട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കണ് ഞാൻ. ഒരു പെണ്ണുണ്ടെങ്കിൽ ഗോഡ് കൊമ്പ് ഉണ്ട് മെയിൻ പ്രതി. ഇതിപ്പോ എനിക്ക് രുചി അറിഞ്ഞാൽ കൊള്ളാതുണ്ടല്ലോ. എന്തിനാ മീനിന്റെ? അവര് ചൂണ്ടായിട്ട് പിടിക്കും. അപ്പൊ അങ്ങോട്ട് വന്നാൽ മതി.
ചൂടായിട്ട് പിടിക്കാതെ മൂലം ഫ്രൈ ചെയ്ത മീൻ്റെ മണിയാണത്. ചൂടായിട്ട് പിടിക്കാൻ ബ്രോ നിക്കറ ഊരല്ല വീഡിയോ എടുക്കാൻ ട്രൈപ്പോഡിൽ ഇടാൻ പറഞ്ഞു. യൂണിഫോം ഇടാൻ വേണ്ടി ഓക്കെ അങ്ങനെ മീഡിയയുടെ ചന്ദ്ര എനിക്ക് സംസാരിക്കണ്ടോ ബ്രോ സെറ്റ് മൈക്ക് എടുക്കട്ടെ. ഒരു 3-3:30 ഒക്കെ ആകുമ്പത്തേക്ക് മറ്റേ മീൻ മുട്ടയാണ് മീൻ മുട്ട. അവന് ടേസ്റ്റ് ചെയ്യണോ എടാ ഇത് ബേബി എന്നാ ഇഷാനെ വിളിച്ചോണ്ടെന്നാടാ ഞാൻ പുഞ്ചക്കനി ഷാപ്പ് കിടക്കുന്ന മാമനല്ലേ ഇത് ഇതാക്കാൻ ൂസാടി നിന്റെ വേണ്ട ഞാൻ നീ പോയി ഒരു വിളിക്കും. ആറ്റുകാൽ ഭാസ്കരൻ ഞാൻ ഇവിടുത്തെ അച്ഛൻ മകല്ലേ ആറ്റൽ ഭാസ്കരൻ ഇല്ല ആറ്റുകാൽ ഭാസ്കരൻ ബേബി എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് മാറിക്കണേ. ഇത് നീയാണോ നിങ്ങക്ക് വേണ്ടിയേ മൈക്ക് വായിലെടുത്ത ഒരു വാർത്താ ചാനൽ പറയട്ടെ പ്രതിഷേധിക്കും ബേബി, മീനിന് വേണ്ടി ബേബി. പ്രതിഷേധിക്കും. ഇത് ബോബോയുടെ കൂട്ടാനാണോ ബേബി? ചായ കേറിയില്ലേ ആ എല്ലാം എനിക്കും കുറച്ച് പറയാനുണ്ട്. കള്ള കൊലയാടി അല്ല കള്ള സാറേ ആക്ഷൻ പറയാൻ തുടങ്ങാം. ആക്ഷൻ പറയാം തുടങ്ങായിരുന്നു. എനിക്ക് സംസാരിക്കായിരുന്നു. തുടങ്ങട്ടെ സാർ. ഒരു മിനിറ്റ് ഞാൻ ഡോക്യുമെന്റ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പറയൂ സാറേ. ഓക്കെ ഞങ്ങളൊക്കെ വെളുപ്പിക്കണേ ബേബി ക്യാമറയിൽ. പ്ലീസ് കണ്ടിന്യൂ. കടൽ രാക്ഷസന് മനുഷ്യ മാംസം കൊടുത്ത് വളർത്തുന്ന EVX-ലെ കൊടും ക്രൂരതയാണ് നമ്മൾ ഇന്ന് ടിവിയുടെ ചാനലിന്റെ പേരെന്താ EX ന്യൂസ് വഴി നമ്മൾ കണ്ടത്. പ്ലീസ് ബോബോ ബേബി ബോബോ ഷട്ടപ്പ്. നമ്മൾ ഇവിടെ പറയാൻ വന്നത് ഇവിടെ മനുഷ്യർക്ക് പോലും വിലയില്ല. മീനിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നീന്താനെങ്കിലും ഒരു സ്പേസ്, ഐ മീൻ സ്പേസ്. അതും ക്രോസ് ബ്രീഡ് ചെയ്ത ഇല്ലീഗലായി വളർത്തുന്ന ഒരു മീനിനെ EVX എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഹൗസിൽ ഒരു ചെറിയ ടാങ്ക്, ഗപ്പിയെ വളർത്തുന്ന ടാങ്കിൽ ഒരു വലിയ ദജ്ജാൽ മീനിനെ കൊണ്ടിട്ട് അവർ വളർത്തുന്നു. അതിന് ചിറവടിച്ച് ഒന്ന് നീന്താൻ പോലും അതിനകത്ത് സ്ഥലമില്ല. പിന്നെ സ്കൂബ സൂട്ടിട്ട് അണ്ടർ വാട്ടർ പോയി അതിനെ മൊളസ്റ്റ് ചെയ്യുന്നു. ആദിത്യൻ കൊമ്പനെ 3 ദിവസം പിടിച്ചു. എന്നിട്ട് ചോദിച്ചു സക്കർ ക്ലീൻ ആക്കാൻ പോയതാണ് ടാങ്ക് ക്ലീൻ ആക്കാൻ പോയതാണ്. സ്കൂബ സൂട്ടിട്ട് ഫിസിക്കലിയും പിന്നെ ചെറിയ മീനുകളെ ഗ്ലാസിന്റെ ഇപ്പുറത്ത് വെച്ച് ഇപ്പത്തരും പറഞ്ഞ് മെന്റലിയും ഹറാസ് ചെയ്യുന്നുണ്ട് ആ മീനിനെ. അല്ല ഇതിന് വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് മന്ദാരം വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സക്കറായിരുന്നു അവന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി. അതാണ് ഈ ഗോഡ് കൊമ്പൻ എടുത്തുകൊണ്ട് പോയത്. ഇത് അന്യായമാണ് നടക്കുന്നത്, മനസ്സിലായില്ലേ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ പറഞ്ഞു മനുഷ്യനെയാണ് അവർക്ക് അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതുമല്ല വേറെ ഞാനൊരു പോയിന്റ് പറയട്ടെ. കടലിൽ നീന്തി തുടിക്കേണ്ട ഈ മത്സ്യത്തെ അതെ ഒരു പ്രദർശന വസ്തുവായിട്ട് കണ്ട് ആൾക്കാരെല്ലാം പോയി ദിവസം പോയി കോക്കറി കാണിക്കുന്ന കടലിലെ എല്ലാ മീനുകളെ പേടിപ്പിച്ച് എന്താ പറയാ രാജ്യമാണ് ഈ ഗലാഡിയേറ്റർ അല്ല അലിഗേറ്റർ. അതെ അപ്പൊ അതിനെയാണ് ഇവിടെ മാനത്ത് എണ്ണയെ പിടിച്ചിട്ടേക്കുന്ന പോലെ ഒരു ചെറിയ ഗപ്പിയുടെ വലിപ്പമുള്ള ടാങ്കിൽ. വേണ്ടപ്പെട്ട അധികൃതർ ഓക്കെ. അപ്പൊ എന്തായാലും വേണ്ടപ്പെട്ട അധികൃതർ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്ട്രാമിസിൽ സമരം ഉണ്ട്. പിന്നെ എക്സ്ട്രാമിസിൽ നല്ല നട്ടലുള്ള ആമ്പിളർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാറേ സാറേ ഒരു ഫോട്ടോ എടുക്കാമോ? ഒരു ഫോട്ടോ വെളുപ്പിക്കണേ ഫിൽറ്ററൊക്കെ ഇടറേ. ഫോണിലെടുത്ത് തരുമോ ഹാഫ് സൈസ് ഫോട്ടോ എന്റെ ചന്ദ്രനോട് ക്ലോസ് സാറേ? ഞാൻ ഒന്ന് നടുക്കത്തോട്ട് ഇപ്പൊ സൈഡിൽ നമ്മുടെ സർക്കാരിനെതിരെ സർക്കാരിനെതിരെയും കൂടിയാണിത്. ഇത് സർക്കാരിനും എതിരെയും കൂടിയാണ് ഈ ഒരു പരിപാടി. ഫിംഗർ കാണിക്കടാ. ഇല്ല നമ്മള് യുവതലമുറയെ വഴിതെറ്റിക്കാൻ അല്ല ഇവിടെ വന്നത്. കുറച്ച് പുറകോട്ട് വരും സ്ട്രാങ്കേ, കുറച്ച് പുറകോട്ട് വരും. ഇതിപ്പോ എന്നെ വട്ടം Bro, that's all. Time is over. My time is over. അവിടെ പോയി. നമുക്ക് ന്യൂസ് ഇടാം, കുഴപ്പമില്ല. അന്ന് മേയറായില്ല ആയിരുന്നെങ്കിൽ ഈ സിറ്റി മറച്ചു വെക്കാറ് നമുക്ക്. എന്തൊക്കെ ഫോർമാലിറ്റി ഉള്ളത്? അന്ന് ഇനി ഓട്ട് തേക്കണം. പിന്നെ മറ്റേ അങ്ങേരുടെ മറ്റേ സംഭവം ഇല്ല അവിടെ പോണം.
പൊട്ടോ ചന്ദ്ര നമ്മുടെ ഇടയിൽ നിന്ന് ഒരു CM സിറ്റില് മുട്ട റോളാണ് അണ്ണു എടാ, സച്ചിക്കട മുട്ട റോളാണ് എടാ, ഞാൻ അത് മാത്രല്ല, പൈസ ഇറക്കണം. ഇത് ഡൂഡ് ഇത് പൈസ ഇറക്കണം ഇത് പൈസ ഇറക്കി ടിവിക്ക് വൈ പഠിക്കണം ഇത് ബോബേ യാ പണി ഞാൻ കണ്ടുപോയി നിന്നെ CM ആയിട്ട് നീ എന്നെ മതി BV ക്ക് ആക്കേണ്ടി വരുമോ ബോബ്സ്റ്റർ വെട്രി കഴകം ബോബ്സ്റ്റർ വെട്രി കഴകം എടാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അണ്ണു നിക്കുന്ന സ്ഥാനത്ത് വേറെ ആൾ വിളിക്കാൻ പറ്റില്ല ബോബ് അല്ല എന്തെന്നറിയോ അത് അല്ല ഞാൻ സ്വന്തമായിട്ട് നോക്കാം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് നിൽക്കുമോ? ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കാം. ബ്രോ ഇതെന്താ ബ്രോ ഞാൻ ജസ്റ്റിസ് ഫോർ മീനാണ് വന്നേന് കല്യാണ ആൽബം അല്ല ആ തിമിംഗലത്തിന്റെ ഫോട്ടോ 2 പോയിടും അങ്ങനെ ബ്രോ ബ്രോ അല്ല അത് ഓൾറെഡി എടുത്തു. ബ്രോ ഇത് ഇന്നത്തെ ഗ്യാങ്ങിൽ ഉണ്ടാവാൻ പാടില്ലല്ലോടാ ഇതിലുള്ളവര് ഗ്യാങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. അണ്ണു ഗ്യാങ്ങിലല്ലേ? അപ്പൊ അണ്ണു ഗ്യാങ്ങിലുണ്ട്. അപ്പൊ ഗ്യാങ്ങില്ലാത്ത ഇപ്പം എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഗ്യാങ്ങുണ്ട് ലീഡറാണ് അണ്ണു കേറി അണ്ണു കേറി കോലിഡോ കോഹ്ലിയുടെ സ്ഥാനമായിട്ട് എടുത്തോ അതോ ഇല്ലില്ല സ്കോ ലീഡർ ആയിട്ടൊന്നും എടുത്തില്ല. അല്ലാതെ സ്ലോട്ടില് ഞാൻ വിചാരിച്ചു എന്റെ സ്ഥാനം പോയെന്ന് ബ്രോ ബ്രോ ടൈം ഇസ് ഓവർ ബ്രോ ഇന്നത്തെ ഹോട്ട് ന്യൂസ് തന്നെ പറഞ്ഞ സാധനം ഓക്കെ 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 ബിഗ് ടൈം എക്സ് വരുവോ? അത് നിന്റെ വരും ഉറപ്പായിട്ടും എക്സിലാ നെക്സസിൽ വരുമെന്ന് അതല്ല അതല്ല ബ്രോ ഇത് കണ്ടില്ലേ സൊസൈറ്റി ന്യൂസിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കണം എല്ലാരും. ഷോ 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 ബ്രോ പിന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് ബ്രോ പിന്നെ ഇങ്ങനെ പറയൂ. ബ്രോ നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചൂട് ന്യൂസസ് ഉണ്ട് അപ്പം അല്ല ഞാൻ ഓൾറെഡി നിങ്ങളുടെ കുടുംബത്തിലുള്ള ജോക്കി സാറുമായിട്ട് നമ്മൾ ഓൾറെഡി കമ്പനിയാണ്. ഓക്കെ ഓക്കെ ഐ വാണ്ട് നോ ഐ വാണ്ട് യു നമ്പർ ഞാൻ തന്നെയാണ് ഇടുന്നത്. തരാം. പുള്ളിയുടെ ഒരു ചൂട് ന്യൂസ് ഉടനെ ഇറങ്ങും ഓക്കെ ആ ഞാൻ തരാം ഞാൻ സാറിന് വേണ്ട എന്റെ നമ്പർ ആ വേണം 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 സെൻഡ് ചെയ്തു സെൻഡ് ചെയ്തു സെൻഡ് ചെയ്തു സാർ മൊബൈൽ നോക്കൂ. യാ യാ അതെ അതെ ബ്രോ ഞാനേ ഓക്കെ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്കൊരു വേദി സെറ്റ് ചെയ്യണം ഞാൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ അറിയിക്കാം നമുക്ക് ഫുൾ കുറച്ച് നമുക്കൊരു പബ്ലിക് പബ്ലിക് പ്രസ് മീറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഇവിടെ ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ അറിയാം സാർ അപ്പൊ ഞാൻ തന്നെ എന്തായാലും വേറെ ആരും ഇല്ല സാറേ മനസ്സിലായില്ലേ സാർ നിൽക്കുന്നുണ്ട് ഇലക്ഷനിൽ അറിയില്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന പോലെ ബോബേ എനിക്ക് കാര്യം പറയണം സീരിയസ് ഒരു കാര്യം അതില്ല ഇതൊരു തിമിംഗലത്തിന്റെ പേരും പറഞ്ഞ അവനങ്ങ് വിൽക്കുവാണല്ലോ നിങ്ങള്. സത്യം ഇതിപ്പോ എത്ര വോട്ടാ ഇത്? ഞങ്ങളത് ഇവിടെ സാറേ എന്നെ പറയുന്നത് ഒരു എല്ലും കഷ്ടത്തിന്റെ രണ്ടറ്റം ചൂപ്പ് ജീവിക്കുന്ന മീഡിയ കഷ്ണതായി മീഡിയക്കാര് ചൂപ്പുന്ന ഇപ്പൊ ലൂസിഫറിലെ ഡയലോഗ് പറഞ്ഞാണ് സാറേ സാർ Media full takes. സാർ ഇത് നമ്മുടെ ന്യൂസിനെ ബാധിക്കില്ല സാറേ നമ്മളെ ന്യൂസിനെ ബാധിക്കില്ല അപ്പം ബ്രോ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ ഞാൻ എഴുതി കയറ്റിക്കോണേ ബ്രോ ടൈറ്റിൽ ഇതാണ് കടൽ രാക്ഷസനെ അല്ല മനുഷ്യ മാംസം തിന്നുന്ന കടൽ രാക്ഷസൻ ഓക്കെ ഓക്കെ മലയാളത്തിൽ വേണല്ലേ ഇത്? മലയാളത്തിൽ അടിച്ചിറക്കും ഓക്കെ മലയാളത്തിൽ ഓക്കെ ബോബ് നക്ഷത്രം ഓക്കെ ബോബ് നക്ഷത്രം ഓക്കെ ശരി ആ ചന്ദ്ര എഴുതിയേക്കാം. കാര്യം പറയാം പറയാ പത്രം നിക്കണേ റെക്കോർഡിങ് നമ്മളെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഓക്കെ എങ്ങനെ പറയണ ചന്ദ്ര നീ പറ പറയാ ഇത് നോട്ട് അതായത് എന്താണ് നീ പറയാ പോയപ്പോ തൊട്ട് സിറ്റിയില് നമുക്ക് വിഷമുണ്ട് ആ നമ്മളൊക്കെ നിന്നെ കുറിച്ച് മറന്നടാ പക്ഷെ ഒരാളെ മറന്നിട്ടില്ല അല്ലടാ. പക്ഷേ അതെ നമ്മളെ പോലെ സിറ്റിയില് വേറെ വിഷമിക്കുന്ന ഒരാളൂടെ ഉണ്ട് നിനക്ക് ഒരു പെൺകുട്ടിയാണ് അല്ല അത് വേറെ നിനക്ക് ചിലപ്പോ കുറച്ച് കൺഫ്യൂഷൻ ആവും എന്നാലും അല്ല 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 ടെസ്റ്റിലേക്ക് പോയി ഇല്ല ഇപ്പൊ എലി ഇല്ലേ നമ്മളെ വാസുണ്ടന്റെ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇനി കാണാലോ വാസുണ്ട എലി ഇനി ബോബിന്റെ എലിയാണ്. എടാ അതായത് നീ പോയപ്പോ തൊട്ട് ബോബൂട്ടൻ എന്ന് വരും ബോബ് വരുവോ ബോബിനെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരേ ഒരു കുട്ടിയാണ്. സീരിയസ്ലി അത് മാത്രമല്ല സിറ്റിയിൽ എത്രമാര് പ്രപ്പോസ് ചെയ്തിട്ട് ഞാൻ മെനിഞ്ഞാന്ന് വന്നപ്പോഴേ ഞാൻ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങളിത് പറഞ്ഞോണ്ട് ഞാൻ ഇത് പറയാമല്ലോ ഇനിയിപ്പോ നമുക്ക് സംസാരിക്കാം. ഞാൻ വന്നപ്പോഴേ എല്ലാരും എലി എന്നെ വിളിച്ചൊരു മാറ്റി നിർത്തിയൊരു സംസാരവും ഒരു അതുപോലെ ഇല്ലാത്തൊരു നാണവും നോട്ടമൊക്കെ ഇത് നിന്റെ ഇത് ഞാൻ പറയട്ടെ ഇത് അവര് ബ്രേക്കപ്പെട്ട് കുറച്ചായി. പക്ഷെ ഞാൻ പറയട്ടെ ഏജ് ഇച്ചിരി പ്രശ്നമല്ലേ ഏജ് ഇച്ചിരി പ്രശ്നമല്ലേ ഇപ്പോഴത്തെ പോസ്റ്റിലൊക്കെ പറഞ്ഞിട്ടില്ലേ 13
21, 22 എന്നൊക്കെ You mean, പറഞ്ഞു. yeah, okay. Yeah, yeah. എന്താ പറയുന്നേ നമ്മള് ഏജ് ജസ്റ്റ് എ നമ്പർ മനസ്സിലായില്ലേ Yeah, yeah, yeah. ഞാനെന്നാലേ അങ്ങനെ കണ്ടിട്ട് ഒരു ചേച്ചിയുടെ അല്ല അത് അമ്മേനെ സ്ഥാനത്തേക്ക് അവര് ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഞാൻ കണ്ടുപോയി നീ കാരണം നമ്മളെ- ചേച്ചി നീ എന്താ വിളിക്കുന്ന എലീന്നല്ലേ വിളിക്കുന്നത് ഞാൻ എലിന വാസോണിന്റെ ഇതായോണ്ടേ ഞാൻ അണ്ണ എന്ത് വിചാരിക്കും ഞാൻ അണ്ണ ഒഴിഞ്ഞ ഗ്യാപ്പിൽ ഞാൻ കറക്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ള രീതിയില് ഇല്ല 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 നീ അത്ര ചിന്തിച്ചല്ലേ ഗോപേ സത്യം നീ അത്ര ചിന്തിച്ചിട്ട് കുറച്ചുകൂടി ചിന്തിക്കാൻ നിനക്ക് നമ്മളെല്ലാ ഭാഗത്തും ചിന്തിക്കണ്ടേ എന്തിനാ പിന്നല്ലാണ്ട് അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല അളയാ അപ്പൊ അതോ ചെറിയ ഇതുണ്ടല്ലേ ഇത് എനിക്ക് ഇതുണ്ടെന്ന് ഞാൻ ഇന്നാ ചെറുതായിട്ടല്ല വലുതായിട്ടുണ്ട് നിന്റെ അടുത്ത് നിനക്കത് മനസ്സിലായില്ലേ ഞാൻ വിചാരിച്ചു ബോബിനൊക്കെ മനസ്സിലാവുന്നു ഞാൻ ഈ ചെറുത് ഞാൻ ഇത് നിങ്ങൾ ഇത് പറയണ്ടേ എന്റെ അടുത്ത് ഞാൻ ഇത് അത് തന്നെ മിനിഞ്ഞാതൊരു കള്ള എടി കള്ളി ഒരു നീ ഒന്ന് ഞാൻ പറയണ നിന്റെ ഈ ഒരു അപ്പിയറൻസും ഇതിന്റെ തേജസ്സുള്ള മുഖവും ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പൊളിറ്റിക്സ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് അങ്ങനെ സോ മച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജിയോ പൊളിറ്റിക്സാ അല്ല സിറ്റിയിലെ ആൾക്കാർക്കും സിസ്റ്റത്തിനും വേണ്ടിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടി സക്കറിന് വേണ്ടിട്ടൊക്കെ നീ അടി ഉണ്ടാക്കണം നീ അതാണ് അല്ലേ നീ അധികം സംസാരിക്കില്ലേ കുറച്ചൊക്കെ സംസാരിച്ചോ അപ്പൊ ഞാന് ആ നിങ്ങള് നമുക്ക് വൈകിട്ട് കണ്ട് സംസാരിച്ച് നോക്കാം ഒന്ന് എനിക്ക് നാണം ഭയങ്കര നാണം നിങ്ങളിപ്പോ പറഞ്ഞതിന് ശേഷം നമ്മളില്ലടാ ചന്ദ്ര അലീനെ കറഞ്ഞ എന്തായിരിക്കും അലീനെ അറിയത് എന്ത് അലീനക്ക് സന്തോഷമായിരിക്കും അപ്പൊ ഈ ബോബോയെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഈ ബോബോയ്ക്ക് അലീനെ അടുത്ത് പണ്ടേ ക്രഷ് ഉണ്ട് ചേച്ചിയാണ് അവൻ ഇപ്പോഴും അതുണ്ട് ചന്ദ്ര ഒന്ന് തളർന്ന് വീണ അപ്പാവൻ കേറും ഇവിടെ മനസ്സിലായ ചന്ദ്ര ഒന്ന് നടു തളർന്നാൽ ആ ഗ്യാപ്പിൽ അവൻ കേറും മനസ്സിലായ അതിനാണ് അവൻ നിൽക്കുന്നത് ആ ഉണ്ടല്ലോ ചന്ദ്രൻ സാർ നീ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ കാര്യം അത് ഞാൻ സംസാരിക്കാം പക്ഷേ മനസ്സിലായില്ലേ ഇതിന്റെ അടുത്ത് പറയണം ഇത് വെറും തന്തയില്ലായ്മ വേണ്ടി കാണിക്കുന്നേ അതിപ്പോ അപ്പൊ അതറിയാതെ പക്ഷെ അവനത് വിടൂല ആ അവന്റെ ഉള്ളിൽ തറച്ചു പോയതാണ് എന്റെ അടുത്ത് മെനിഞ്ഞാന്ന് പറഞ്ഞ പറച്ചു ആ തറച്ചനൊക്കെ ഞാൻ വലിച്ചൂരിഞ്ഞ് എലിക്കുട്ടിയുടെ സാറാണോ എലി മോളാണേ ഞാൻ ഇല്ല എലി ഞാൻ അങ്ങനെ ഞാൻ എലിന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ നീ എലിക്കുട്ടിന്ന് വിളിക്കാലോ അവളെ ആരും അങ്ങനെ വിളിക്കാറില്ല ഇനി എലിക്കുട്ടി എലി മോൾ അങ്ങനെയൊക്കെ വിളിക്കാൻ നിനക്ക് സത്യം ചന്ദ്ര എനിക്ക് പക്ഷെ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ വന്നു ചന്ദ്ര ഇന്നത്തെ ദിവസം കാണുന്നില്ലടാ ഇവിടെ ഇന്നത്തെ ദിവസമേ പ്രതിബദ്ധത കൂടിയല്ലേ ഒരു ചെറിയൊരു ഹലോ ചന്ദ്ര സാറ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പെണ്ണേഴ്സാണ് ചന്ദ്രനാണ് അല്ലല്ലേ തട്ടിപ്പാപ്പ രണ്ടുപേരും സാറിന്